ശബരിമല സ്വർണ്ണക്കൊള്ള വലിയ വിവാദത്തിലേക്ക് കടന്നിരിക്കുന്നു. അതുമാത്രമല്ല, യഥാർത്ഥ പ്രതികളുടെ അടുത്തു തന്നെ SITയും EDയും എത്തി നിൽക്കുകയാണ്. വമ്പൻ സ്രാവുകളാണ് ഇനി പിടിക്കപ്പെടാൻ പോകുന്നത് എന്നുറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉൾപ്പെട്ട എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനിപ്പോൾ പ്രതിപക്ഷവും കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. വമ്പൻ സ്രാവുകൾ ഉറപ്പായും കുടുങ്ങുമെന്നും അതിനുള്ള പണി ഞങ്ങൾ ആരംഭിച്ചുവെന്നും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉറപ്പ് പറയുകയാണ്. ആര് വിചാരിച്ചാലും കേസ് തേച്ചു മായ്ച്ചു കളയാൻ കഴിയില്ല എന്ന് പ്രതിപക്ഷം ഉറപ്പിച്ചു പറയുന്നു. നിയമത്തിന് മുമ്പിൽ ആരും അതീതരല്ല, തെറ്റ് ചെയ്ത എല്ലാവരും ശിക്ഷ അനുഭവിക്കണമെന്ന് പറഞ്ഞ് മുന്നോട്ടു പോകാൻ കഴിയുന്ന ഒറ്റ പാർട്ടിയായി, മുന്നണിയായി UDF ഇവിടെ മാറുകയാണ്. കാരണം LDFിൽ, അതായത് CPMന്റെ നേതാക്കന്മാരെല്ലാം അകത്ത് കിടക്കുകയാണ്. ആ വമ്പൻ സാവുകളെ ഇനിയും നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ UDF പരിശ്രമിക്കുകയാണ്, പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടി. BJP ആണെങ്കിൽ ആദ്യം തന്നെ പിണറായി വിജയനും അതുപോലെ തന്നെ ശബരിമലയിലെ കൊള്ളക്കാർക്കും പരമാവധി സഹായം നൽകാനാണ് ശ്രമിച്ചത്. അവസാനം തന്ത്രി അകത്തായതിനു ശേഷമാണ് BJPയുടെ ശബ്ദം പുറത്തു കേട്ടത്. അല്ലെങ്കിൽ ജനമിളകുമെന്ന് അവർക്ക് ഉറപ്പായിട്ടുണ്ട്. ഈ കേസിൽ ഒരു ശ്രദ്ധ തിരിക്കാനും കഴിയില്ല എന്നും SIT അവരുടെ കൃത്യം നിറവേറ്റുമെന്നും കോൺഗ്രസ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. കളി അയ്യപ്പനോടാണ്. അയ്യപ്പന്റെ മുതൽ അപഹരിച്ചവർ ആരും തന്നെ രക്ഷപ്പെടില്ല എന്നും രമേശ് ചെന്നിത്തല പറഞ്ഞതും അതുകൊണ്ട് തന്നെയാണ്. BJPയും CPMും തമ്മിൽ അന്തർധാര സജീവമായിരിക്കുന്നു. അതുകൊണ്ടാണ് ശബരിമലയിലെ സ്വർണം മോഷ്ടിച്ച CPM നേതാക്കൾക്കെതിരെ ഒരു വാക്ക് പോലും BJP ഉരിയാടിയിരുന്നത്. ഇപ്പോൾ തന്ത്രി അറസ്റ്റിലായി. ഇതൊരു ഹൈന്ദവ മതത്തിന്റെ വൈകാരിക പ്രശ്നമായി മാറുന്നു എന്നറിഞ്ഞപ്പോഴാണ് BJP നേതാക്കൾ ഒന്നടങ്കം മലയിറങ്ങി വന്നത്. അവർ ആരെ പറ്റിക്കാനാണ് ഇത് എന്നുള്ളതും ജനങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ട്. CPMും BJPയും അന്തർധാര സജീവമാക്കിയിരിക്കുന്നതിന്റെ തെളിവാണിതൊക്കെ. തെരഞ്ഞെടുപ്പ് വരുന്നത് കൊണ്ട് ഈ ബന്ധം വളരെ ദൃഢമാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇനിയും കൂടുതൽ ആളുകൾ അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് വരും എന്നുള്ള നിലയിലാണ് BJPയും CPMും നിലനിൽക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉൾപ്പെട്ടവർ ഇനി എത്ര ഉന്നതരാണെങ്കിലും അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുമെന്ന ഒറ്റ വാക്കിൽ തന്നെ പിടിച്ചു നിൽക്കുന്ന കോൺഗ്രസ് നേതൃത്വം എന്തായാലും ഇതിൽ തന്നെ വിജയിച്ചിരിക്കുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് നിയമപരമായ കാര്യമാണ്. നിയമത്തിന് മുന്നിൽ ആരും അതീതരല്ല. സ്വർണ്ണക്കൊള്ളയിൽ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ ഉണ്ടെന്നാണ് കോൺഗ്രസിന് കിട്ടിയ വിവരം എന്നുള്ളത് കൊണ്ട് തന്നെ അവർ ആ തരത്തിലേക്കും നീങ്ങിക്കഴിഞ്ഞു. കാരണം SITയും ഒരുപക്ഷെ EDയും കൈവിട്ടാലും ഈ കേസിനെ കൈവിടാൻ കോൺഗ്രസും UDFും തയ്യാറല്ല. കാരണം അകത്താകാൻ പോകുന്നതും വലിയ കോളിളക്കം സൃഷ്ടിക്കുന്നതും CPM നേതാക്കന്മാരുടെ അറസ്റ്റ് കൊണ്ട് തന്നെയായിരിക്കും. അവർ നിയമത്തിന് മുന്നിൽ വന്നേ മതിയാകൂ എന്ന് കോൺഗ്രസ് ഉറപ്പിച്ചു പറഞ്ഞതും അതുകൊണ്ട് തന്നെയാണ്. SIT അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. തീർപ്പ് കൽപ്പിക്കേണ്ട സമയമായിട്ടില്ല. 100 സീറ്റ് നേടി UDF അധികാരത്തിൽ വരും എന്ന് ഉറപ്പിച്ചു പറയുന്ന ഈ സമയത്ത് ശബരിമലയുടെ സ്വർണ്ണക്കൊള്ള ഒരിക്കലും വിട്ടുകൊടുക്കാൻ കോൺഗ്രസും തയ്യാറല്ല. കാരണം എല്ലാ ടെസ്റ്റുകളും UDF വിജയിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. പരാജയത്തിന്റെ കപട ആത്മവിശ്വാസം കൊണ്ടാണ് മുഖ്യമന്ത്രി 110 സീറ്റ് നേടുമെന്ന് പറഞ്ഞു നടക്കുന്നത്. അപ്പോഴും CPM നേതാക്കൾ പേടിക്കുന്ന ഒറ്റ കാര്യം ശബരിമലയിൽ കുടുങ്ങാൻ പോകുന്നത് വമ്പൻ സ്രാവുകൾ തന്നെ എന്നുള്ള സത്യം അറിഞ്ഞുകൊണ്ട് തന്നെയാണ്.